ഹലോ, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീട്ടിലത്തെ പൂച്ചക്കുട്ടികളാട്ടോ. രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങണ ആദ്യട്ട് ഇന്ന് പതിവില്ലാണ്ട് 9:15 കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീക്കണത് 11:30 അതിന്റെ ഇടയിൽ 2-3 വട്ടമൊക്കെ എണീറ്റുണ്ട്. ഞാൻ അവന്റെ കൂടെ കിടന്നാൽ മാത്രമേ അവൻ കിടന്നുറങ്ങാറുള്ളൂ. അങ്ങനെ 11:30 എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ആള് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആൾക്ക് ഉള്ളിലിരുന്ന് കളിക്കാനൊന്നും അത്രയ്ക്ക് വലിയ താല്പര്യമില്ല. പുറത്തിറങ്ങി ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടും കാക്കേനെ കണ്ട് അതെടുത്ത് ഇതെടുത്ത് കുട്ടിക്ക് വീട്ടുപണി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 12:45 ആയപ്പോൾ ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാട്ടോ അവന്. ഇതിൽ നമ്മുടെ മറ്റേ കുഞ്ഞിപ്പരിപ്പില്ലേ, കുഞ്ഞിപ്പരിപ്പും ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് 2-3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ കുഴ ടൈപ്പിൽ വരും. എന്നിട്ട് അതിൽ ഞാൻ നെയ്യില്ലാത്ത കാരണം ബട്ടർ ഒഴിച്ചിട്ട് അങ്ങനെ ചോറിൻ്റെ കൂടെ കുഴച്ചിട്ട് കൊടുക്കാട്ടോ ചെയ്യാറ്. അവനിങ്ങനെ കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്, കഴിക്കാറൊക്കെ ഉണ്ട്. എപ്പോഴും കൊടുക്കാറൊന്നുമില്ല, ഇടയ്ക്കൊക്കെ തന്നെ കൊടുക്കാറുള്ളൂ. എപ്പോഴും കൊടുത്താൽ മടുക്കില്ലേ പിള്ളേർക്ക്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. ഈ പ്ലേറ്റ് ഒന്ന് കാലിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. പിന്നെ അച്ചാച്ചൻ ചായ വെക്കണ സൗണ്ട് കേട്ട വഴിക്ക് അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോയേക്കുക. ഇത് എൻ്റെ അച്ഛനാട്ടാ. അച്ഛന് ചായ കച്ചവടമാണ് ജോലി. അപ്പോൾ മറ്റേ ഡീസൽ ഒഴിച്ചിട്ട് കത്തിക്കണ സ്റ്റൗവില്ലേ, അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് കേട്ടു അവൻ. അപ്പം അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അച്ചാച്ചൻ പറയുന്നുണ്ട്, പൊന്നോ ചൂടടിക്കും, പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ പ്ലേറ്റും പിടിച്ച് ഇവൻ്റെ പിന്നാലെ കിടന്ന് നടക്കലാട്ടാ എനിക്ക് ഈ പണി. പിന്നെ ചോറ് കൊണ്ട് 2-3 വായൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ അവനൊരു സ്ഥലത്ത് ഇരുത്തി ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഇത് അമ്മേന്റെ പണിസ്ഥലത്ത് ഒരു ചേച്ചിട്ട് കൊടുത്ത അച്ചാറാട്ടോ, മിക്സർ അച്ചാർ എന്തോന്ന് ഞങ്ങളുടെ പേര് പറഞ്ഞു. പക്ഷെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ ആള് കൊച്ചു ടി വിയും കണ്ടിരിക്കുക. അങ്ങനെ ഫുള്ളൊന്നും ഇരുന്ന് കാണില്ല, ഇടയ്ക്കൊക്കെ തന്നെ കാണുള്ളൂട്ടാ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലിരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ണീന്റെ കാതിൽ കമ്മലുണ്ടായിരുന്നു. അപ്പം അത് ഇന്നലെ രാത്രി പൊട്ടിപ്പോയി. അപ്പം കാതിൽ കമ്മലില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ തൊട്ട് കാണിച്ച് തരികയാണ് കേട്ടോ. അത് ബാക്കത്തെ പിരി പൊട്ടിപ്പോയി. പിന്നെ ഒരു 2:30-2:45 ആയപ്പോൾ വീണ്ടും ഒരു ഉച്ചയ്ക്കത്തെ ഉറക്കം ഉറങ്ങി. അപ്പം അവൻ്റെ കൂടെ ഞാനും കിടന്നു. ഉറക്കം വരികയാണെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കൂട്ടാ. പിന്നെ ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഉറക്കത്തുനിന്നൊക്കെ എനിക്ക് വീണ്ടും പുറത്തന്നെ വന്നിരിപ്പാണ്. ഈ ഒരു പ്രായത്തിൽ എല്ലാ മക്കളും ഇങ്ങനെയല്ലേ, ഒരു സ്ഥലത്തിരിക്കില്ലേ. നമുക്ക് എന്താ പറയാ, നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക എന്താന്ന് നമ്മൾ അറിയുന്ന വെറ്റില തന്നെ പൊന്നത്. എന്നാ വെറ്റില വെറ്റില തുളസി വേണമെന്നാ പൊട്ടിച്ചേരാട്ടാ. ഇത് കണ്ടില്ലേ, കിണറിന്റെ അവിടെ വന്ന് നിന്നിട്ട് തുളസി വേണമെന്ന് പറയണതാട്ടോ സംഭവം. ഞാൻ വേറെ എന്തോ വിചാരിച്ചിട്ട് വെറ്റില പൊട്ടിച്ചു കൊടുത്തു. പക്ഷെ ആള് തുളസിയാണ് ചോദിച്ചുകൊണ്ടിരിക്കണത്. തുളസി പൊട്ടിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് സമാധാനായി. പിന്നെ അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കല്ലേ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് തിന്നാറുണ്ട് കേട്ടോ അതിന്ന്. ഞാൻ പിന്നെ വീടും തുളസിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യട്ടനെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അവൻ പറയണതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതെന്താന്ന് മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേനും അയ്യോ മതിയാവും. പിന്നെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മ പുറത്ത് ചെവിയിൽ വെച്ചെന്നുണ്ടല്ലോ. ചെവിയിൽ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല കുഞ്ഞാ. അപ്പൊ അത് തിന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് 4 മണിയൊക്കെ ആയിട്ട്. അപ്പൊ ചായ വെക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ സമയത്ത് റാഗിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പൊ റാഗിപ്പൊടിയിൽ ഉണ്ണിക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. റാഗി വേടിച്ചിട്ട് ഉണക്കിയിട്ട് ഇവിടെ വീട്ടിൽ ഞാൻ തന്നെയായിട്ട് പൊടിക്കാറ്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറുക്ക് ഐറ്റംസ് കൊടുക്കാറുണ്ട്. കട്ടിയിൽ അല്ലെങ്കിൽ ഇത്തിരി ലൂസാക്കിയിട്ട് കൊടുക്കും. അതാകുമ്പോൾ കുറച്ചിങ്ങനെ വയറ്റിലിരുന്നുള്ളൂല്ലോ. പിന്നെ ഒരു 5:45-6 മണിയൊക്കെ ആയപ്പോൾ അമ്മ വന്നപ്പോൾ കുട്ടി വീണ്ടും പശുവിനെ കാണാൻ വേണ്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി നടക്കാൻ പോവാട്ടോ. അപ്പൊ അവിടെ എത്തിയപ്പോ അവിടുത്തെ ചെടിയിലത്തെ പൂക്കളൊക്കെ പൊട്ടിക്കാൻ നിൽക്കുക. അപ്പൊ അവിടുത്തെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, പാമ്പുണ്ട് പൊന്നോ നോക്കിക്കോളോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ.